മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് രോഹിത്തും അലീനയും കൂടെ എത്തുകയാണ്. അപ്പം രോഹിത്തിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം അലീനയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ഇതിനു മുമ്പ് എന്നെ കാണാൻ വന്നപ്പോൾ നീ ഇങ്ങനെ മിണ്ടാതല്ലല്ലോ നിന്നത്. എന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല. നീ രോഹിത്തിൻ്റെ ചേച്ചിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അലീന പറയാണ്, അതെ. അപ്പം ബാലചന്ദ്രൻ്റെ മോളല്ലേ നീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അല്ലെന്നോ? അതെന്താ അങ്ങനെ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഞാൻ ആ വീട്ടിലെ ഒരു വേലക്കാരിയായി വന്നതാണ് 1 വർഷത്തിന് മുമ്പ്. അപ്പോൾ ഇവരൊക്കെ നിന്നെ ചേച്ചിയെന്ന് പറയുന്നതോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അത് അവരുടെ സുമനസ് കൊണ്ട് അവരുടെ ചേച്ചിയായെന്ന് അലീന പറയാണ്. അപ്പോൾ നീ ബാലചന്ദ്രൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന രോഹിത്താണെങ്കിൽ ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ അലീനയെ നോക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ്റെ മകളല്ലയോ നീ എന്ന് വീണ്ടും അച്ഛൻ ചോദിക്കുകയാണ്. അല്ലെന്ന് പറയാണ്. അപ്പം നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞൂടായോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അറിയാം, പക്ഷേ അവർക്ക് എന്നെ അറിഞ്ഞൂടാ, അവർക്ക് എന്നെ വേണ്ട. പണ്ടെപ്പോഴോ അവരെന്നെ ഉപേക്ഷിച്ചതാണ്. എനിക്ക് അവരെ അറിയാമെങ്കിലും അവർക്ക് എന്നെ വേണ്ട അച്ഛാ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ എന്നെ നല്ലൊരു വടി വെച്ച് തല്ലിയതാണെന്ന് അച്ഛൻ പറയുകയാണ്. അപ്പോൾ അലീന ഭയങ്കര സങ്കടത്തോടെ പറയാണ്, അച്ഛാ എന്നോട് ക്ഷമിക്കണം, അന്ന് ആ രോഹിത്തിനെ തിരിച്ചെടുക്കത്തില്ല എന്ന് അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണെന്ന് പറയാണ്, അറിയാതെ പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, അറിയാതെ പറഞ്ഞതല്ല, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അറിഞ്ഞ് പഠിച്ച് നീ എന്നോട് പറഞ്ഞതാണെന്ന് പറയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു കൊട്ട് കിട്ടുന്നത് നല്ലതാണ്, എന്നാൽ ഒരു ബോധമൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന് അച്ഛൻ പറയുകയാണ്. എന്നെ പഠിപ്പിക്കാനും ഞാനും ഒരു മനുഷ്യനല്ലേ, ഞാനൊരു പുരോഹിതനാണെങ്കിലും എന്നെയും ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു നിൻ്റെ അന്നത്തെ സംഭാഷണം എന്ന് അച്ഛൻ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, അച്ഛൻ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. രോഹിത്തിൻ്റെ ജീവിതം തന്നെ അച്ഛൻ മാറ്റിമറിച്ചു. ഇല്ലെങ്കിൽ അവൻ്റെ എത്ര വർഷം നഷ്ടപ്പെട്ടേനെ. അച്ഛൻ ഇത്രയും വലിയൊരു സഹായം എനിക്ക് വേണ്ടി ചെയ്തു തന്നതിന് വളരെ ഉപകാരം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അലീന അച്ഛനോട് നന്ദി പറയാണ്. ഇത് കേട്ട് അച്ഛൻ പറയുകയാണ്, യേശു പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും കരുണ കാണിക്കണമെന്ന്, പശ്ചാത്തപിക്കുന്നവർക്ക് ക്ഷമിക്കണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നതെന്നും അച്ഛൻ പറയാണ്. അത് എന്നെ ഓർമ്മിപ്പിച്ച നീയാണെന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്കും രോഹത്തിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് രോഹത്തിനടുത്ത് പറയാണ്, നിൻ്റെ ഈ ചേച്ചി എൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്, നിനക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയത്. അത് നീ ഇനി അവസരം പാഴാക്കല്ലേ, നീ ഇനി ഒരു തെറ്റിലേക്ക് പോവല്ലെന്ന് പറയാണ്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ടെന്ന് അച്ഛൻ വീണ്ടും പറയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ നന്ദിയോടെ കൈയോടെ നിൽക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ രാവിലെ തന്നെ സാരിയൊക്കെ ഉടുത്ത് റെഡിയായി ഇരിക്കുകയാണ് വൈജ പോകാൻ. എന്തായാലും അലീന അവിടെ നിന്ന് പോകത്തില്ലെന്ന് വൈജയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. 2 ആഴ്ച സമയം ആദ്യം കൊടുത്ത്, ഇപ്പം പറ്റത്തില്ല, നാളെ നേരം വെളുക്കുമ്പം തന്നെ പോകണമെന്ന് അലീനയോട് പറഞ്ഞപ്പം അത് പറ്റത്തില്ലെന്ന് അലീന തീർത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാവിലെ ഒരുങ്ങിയിരിക്കുകയാണ് പോകാൻ. മക്കളുടെ ഫോട്ടോയിലൊക്കെ നോക്കി സങ്കടത്തോടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കാറ് വന്നിരിക്കുകയാണ്. അപ്പം പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ ഇത് എങ്ങോട്ടാ? ഞാൻ പോവുക, ബാഗൊക്കെ ആയിട്ടാണല്ലോ, എങ്ങോട്ട് പോവുക എന്ന് ചോദിക്കുകയാണ്. ബാങ്കിലോട്ടൊക്കെയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണെന്ന് പറയുകയാണ് വൈജ. അപ്പം ബബിത ചോദിക്കുകയാണ്, ഈ വീട് വിട്ട് അമ്മ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ വീട്ടിൽ എൻ്റെ ആവശ്യമില്ലെങ്കിൽ ഈ വീട് നന്നായിട്ട് പൊക്കോളും, അപ്പം പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വൈജ ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അമ്മ എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ടും ബബിതയാണെങ്കിൽ വൈജ ഇങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. അപ്പം വൈജ പറയാണ്, നീ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണ്ട, ഞാനിവിടെ നിൽക്കത്തില്ല, എൻ്റെ ഈ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയാണ്. ഞാനിനി ഈ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറയാണ്. ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ ഇവിടെ ഇന്ന് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ബബിത വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയുടെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അലീന. അവൾ എന്ന് ഈ വീട്ടിൽ വന്നോ അതിനുശേഷം ഈ വീട്ടിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഈ വീട്ടിൽ എന്നും പ്രശ്നമല്ലേ? ഈ വീട്ടിലെല്ലാവരും നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അവൾ വന്നതിന് ശേഷം ഈ വീട്ടിലെ കുടുംബവും എല്ലാം നശിച്ച്. അവളാണ് ഈ വീട്ടിലെ ഭരണാധികാരി, അവളെ മതിയല്ലോ എല്ലാവർക്കും. പിന്നെ എന്നെ വേണ്ടാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണം? ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബബിത ചോദിക്കുകയാണ്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മയുടെ തെറ്റിദ്ധാരണയെ, അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, നീ പോലും പണ്ട് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൾ ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെന്നും, അപ്പോൾ അവൾ പറയുന്നതാണല്ലോ നിനക്കും ശരി എന്ന് പറയാണ്. ഈ സമയത്ത് കാർ പുറത്ത് വന്ന് നിന്ന് ഹോൺ അടിക്കുകയാണ്. മാറി നിൽക്കേ എന്നും പറഞ്ഞുകൊണ്ട് ബബിത തള്ളും മറ്റി പുറത്തേക്ക് പോവാണ്. പാവം ബബിത പുറകെ ഓടിച്ചെന്ന് അമ്മേ നിൽക്കമ്മേ എന്ന് പറയുകയാണ്.
അപ്പോൾ ഉടനെ വൈജ പറയാണ്, നീ അങ്ങോട്ട് മാറി നിൽക്കേ എന്ന് പറയുകയാണ്. അമ്മ എന്താ പെട്ടെന്ന് ഈ ഒരു തീരുമാനം എടുത്തിയെന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, അമ്മയ്ക്ക് പണ്ടും ഇപ്പോഴും ഒറ്റ തീരുമാനമേ ഉള്ളൂ. അവൾ വേലക്കാരിയായിട്ട് വന്ന് അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. അവൾ പോയാലേ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരത്തുള്ളൂ. അത് എൻ്റെ തീരുമാനം തന്നെയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിത പറയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മ ഇവിടെ നിൽക്കുക, അച്ഛൻ വരട്ടെ, അച്ഛനോട് സംസാരിച്ചിട്ട് അമ്മയ്ക്ക് എന്താണെന്ന് വെച്ച് തീരുമാനിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ വൈജ പറയാണ്, നിൻ്റെ അച്ഛനോട് എന്ത് സംസാരിക്കാൻ? ഞാൻ ഇവിടെ ഉണ്ടെന്നോ ഇവിടെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെന്നോ നിൻ്റെ അച്ഛനൊരു തോന്നലില്ല. പിന്നെ നിൻ്റെ അച്ഛനോട് എന്ത് സംസാരിക്കാനായി എന്ന് പറയാണ്. ബബിതയാണെങ്കിൽ വൈജയെ പിടിച്ച് മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് വൈജയുടെ മുന്നിൽ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്. ഡോറിൻ്റെ ഫ്രണ്ടിലോട്ട് ബബിത കയറി നിൽക്കുകയാണ്. ഇത് കാണുന്ന വൈജയാണെങ്കിൽ ബബിതയെ പിടിച്ചൊരു തെള്ളു കൊടുക്കുകയാണ്. ബബിത ചെന്ന് താഴെ വീഴുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ വൈജ നേരെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. വൈജയ്ക്ക് ബബിത താഴെ വീണതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ തൻ്റെ വാശി ജയിച്ചെന്ന് വിചാരിച്ച് നേരെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. പാവം ബബിത അവിടെ നീണ്ടിച്ചിങ്ങനെ സങ്കടത്തോടെ വൈജ പോകുന്നത് നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് വൈജ നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ്. കൊല്ലപ്പള്ളിയിൽ ചെന്ന് കാറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ കമല അകത്തുനിന്ന് കാണുന്നുണ്ട്. കമലയാണെങ്കിൽ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. കമല വിചാരിക്കുകയാണ്, ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? പെട്ടിയും പ്രമാണമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത് എന്തിനാ? ആകപ്പാടെ ഇവിടെ പ്രശ്നം. അതിൻ്റെ കൂടെ ഇവളും കൂടി ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല കാര്യമുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. വിരക്കം കണ്ടിട്ട് കുറച്ച് ദിവസം ഇവിടെ കാണുമെന്ന് തോന്നല്ലോ എന്നൊക്കെ കമല വിചാരിക്കുകയാണ്. എന്നിട്ട് ഓടിപ്പോയി ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വൈജ വന്നിട്ടുണ്ട്, ബാഗും പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, ഇവിടെ സ്ഥിരതാമസത്തിനാണ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു എന്ന് കമലയാണെങ്കിൽ ശിവൻ്റെ അടുത്ത് പറയുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ശിവൻ ഇറങ്ങി പുറത്തേക്ക് ഇല്ലയാണ്. അപ്പോഴാണെങ്കിൽ വൈജ താണ്ടെ പെട്ടിയൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട്. അപ്പം വൈജയെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ പെട്ടിയൊക്കെ ആയിട്ട്? എനിക്കെന്താ എൻ്റെ വീട്ടിലേക്ക് വന്നുകൂടെ എന്ന് വൈജ ചോദിക്കുകയാണ്. വരാം, പക്ഷെ നീ പെട്ടി ബാഗും ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് ചോദിച്ചതെന്ന് പറയാണ്. ഞാൻ അവിടുത്തെ താമസം അങ്ങ് മതിയാക്കിയെന്ന് പറയുകയാണ് വൈജ. അപ്പോൾ ശിവൻ ചോദിക്കുകയാണ്, അതെന്താ അവിടുത്തെ താമസം മതിയാക്കിയത്? നിങ്ങളെല്ലാവരും കൂടെ എന്നെ അവിടെ കൊണ്ടുപോയി തള്ളി, എന്നിട്ട് എല്ലാവരും ഇങ്ങ് പോരുന്നു, രക്ഷപ്പെട്ട്. ഞാൻ ആ വീട്ടിൽ കിടന്ന് എന്തുമാത്രം അനുഭവിച്ചെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുകയാണ്, എന്തനുഭവിച്ച്? നിന്നോട് അവിടെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, ഞാൻ അവിടെ താമസിക്കുന്നുണ്ടെന്ന് ആർക്കും ഒരു വിചാരം പോലും ഇല്ല. അങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടെന്ന് പോലും ആർക്കും ഒരു തോന്നൽ ഇല്ല. പിന്നെ എല്ലാവർക്കും അവളെ മതി, ആ അലീനെ. അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അവൾ പോത്തില്ലെന്ന്. ഇത് കേൾക്കുന്ന ശിവൻ പറയാണ്, ഞാൻ അന്ന് വന്ന് അലീനയോട് സംസാരിച്ചപ്പോൾ അലീന എൻ്റെ അടുത്ത് പറഞ്ഞാണല്ലോ അവൾ പൊക്കോളാന്ന്. അവൾക്ക് കുറച്ച് സമയം വേണം, അത് മാത്രമല്ലേ അവൾ നിന്നോട് ചോദിച്ചോളൂ. നീ പിന്നെ എന്താ അന്ന് സമ്മതിച്ചാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വൈജ പറയാണ്, അതൊക്കെ തന്നെ, പക്ഷെ ഞാൻ ഇന്നലെ ചെന്ന് അവളുടെ അടുത്ത് ഇന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു, പക്ഷെ അവൾക്ക് ഇറങ്ങാൻ വയ്യ. എന്തെങ്കിൽ ഞാൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് വിചാരിച്ച്. ഇത് കേൾക്കുന്ന ശിവൻ പറയാണ്, അത് ശരിയാ, എപ്പോഴും നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക് ചിന്ത എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വൈജ പറയാണ്, പിന്നല്ലാതെ എല്ലാവർക്കും അവനവൻ്റെ കാര്യമല്ലേ ആദ്യം. അതുകൊണ്ട് ശിവൻ പറയാണ്, അത് ശരിയാ, നിനക്കെന്നും നിൻ്റെ കാര്യവും നിൻ്റെ പിടിവാശിയും നിൻ്റെ ജയവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്നെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെ മക്കൾ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ കുടുംബം, നിൻ്റെ സഹോദരങ്ങൾ, ആരെങ്കിലെക്കുറിച്ച് നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നും നിൻ്റെ വാശി ജയിക്കണം, നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം, അത് മാത്രമേ ഉള്ളൂ നിനക്ക് വിചാരം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ മക്കളോ കുടുംബമോ ഭർത്താവോ സഹോദരങ്ങളോ ഒന്നും നിനക്കൊരു പ്രശ്നമല്ല എന്ന് പറയണം. ഇത് കേൾക്കുന്ന വായിച്ച അകപ്പാടെ വല്ലാതാവുന്നുണ്ട്. നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, പണ്ട് മുതലേ നീ അങ്ങനല്ലേ? നീ ആരെയും കുറിച്ച് ചിന്തിക്കത്തില്ല, നിൻ്റെ കാര്യം, നിൻ്റെ വാശി, നിൻ്റെ ആഗ്രഹം, അത് മാത്രമേ നീ ചിന്തിക്കത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ വൈജ ചോദിക്കണം, അതിന് ഞാൻ എന്ത് ചെയ്ത്? എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനമില്ല, അതുകൊണ്ടല്ലേ ഞാൻ പോരുന്നതെന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ഉടനെ ശിവൻ പറയാണ്, നിന്നോട് അലീന പറഞ്ഞതല്ലേ കുറച്ച് സമയം തരണമെന്ന്, അവിടെ നിന്ന് ഇറങ്ങിക്കോളാമെന്ന്. ആ സമയം പോലും അവൾക്ക് കൊടുക്കാൻ, അലീനയ്ക്ക് കൊടുക്കാൻ നിനക്ക് വയ്യ ഇല്ലേ? നിൻ്റെ വാശി ജയിക്കണം, ഇത് അവിടുന്ന് പൊക്കോളാമെന്നും പറഞ്ഞല്ലേ? അപ്പം നിനക്ക് ഇതൊന്നും കേൾക്കാൻ വയ്യ. പിന്നെ നീ എന്താന്ന് വെച്ചാൽ ഇനി ചെയ്തോ. ഞാൻ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണോ ശിവേട്ടൻ ഇത്രയും എന്നോട് പറഞ്ഞത്? ഇത് എനിക്കും കൂടെ ആവശ്യപ്പെട്ട വീടല്ലേ എന്ന് വൈജ ചോദിക്കുകയാണ് ശിവനോട്. അപ്പോൾ ശിവൻ പറയാണ്, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കുമോ, എന്ത് തീരുമാനം എടുക്കുകയോ എന്താ വേണമെങ്കിലും ചെയ്തോ, ഇനി എന്നെ ഒന്നിനും പിടിച്ചിടല്ലേ, ഞാൻ ഒന്നിനും വരുത്തുമില്ല എന്നും പറഞ്ഞ് ശിവൻ ദേഷ്യം കയറി പോവുകയാണ്. അതുപോലെ തന്നെ കമലയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. ഹരിയുടെ കാര്യം ഒരു തീരുമാനവും ആയില്ല, അതിൻ്റെ ഇടയ്ക്കാണ് വൈജയും കൂടെ കയറി വന്ന് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കമലയാണെങ്കിൽ നേരെ വൈജയെടുത്ത് നിന്ന് പറയാണ്, ആ കൊച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞല്ലേ, അപ്പം നിനക്കാണെങ്കിൽ കുറച്ച് സമയം കൂടെ അലീനയ്ക്ക് കൊടുത്തുവിടായിരുന്നോ? അവൾ പൊക്കോളാമെന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ ഇടയ്ക്ക് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്.
ശിവേട്ടൻ പറഞ്ഞതുപോലെ നിനക്ക് ഇച്ചിരി വാശി കൂടുതലാണ് എന്നും പറഞ്ഞുകൊണ്ട് കമലയും ദേഷ്യം പോവുകയാണ്. അങ്ങനെ ആകപ്പാടെ ഒറ്റപ്പെട്ട് വളരെ സങ്കടത്തോടെ വിഷമത്തോടെ നിൽക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ വന്നപ്പോൾ ശിവൻ്റെ വായിരിക്കുന്നതും കൂടെ കേട്ട് ഈ സമയത്ത് കോളേജിലൊക്കെ പോയിട്ട് ലീനയും രോഹിത്തും കൂടെ നെടുമ്പുരയിലേക്ക് വരികയാണ്. അപ്പം അവിടെ പുറത്ത് കാത്ത് ബബിത നിൽപ്പുണ്ട്. അപ്പം ബബിതയാണെങ്കിൽ ഇവർ വരുന്നത് കാണുമ്പോൾ ഉടനെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം എന്തായി കോളേജിലെ കാര്യം എന്തായെന്ന് രോഹിത്തിനടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് ഭയങ്കര സന്തോഷത്തെ പറയുകയാണ്, അത് എന്നെ തിരിച്ചെടുത്ത് എനിക്ക് എക്സാം എഴുതാം, 1 മാസം കൂടെ കഴിയുമ്പോൾ തിരിച്ച് കോളേജിലേക്ക് കയറാം. അപ്പോൾ ഉടനെ അലീനയും പറയുന്നുണ്ട്, ഞങ്ങളെ വിചാരിച്ച പോരൊന്നും അല്ല കാര്യങ്ങൾ, എന്തായാലും അച്ഛൻ രോഹിത്തിനെ തിരിച്ചെടുത്ത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയെന്ന് അലീനയും രോഹിത്തും പറയാണ്. ഈ സമയത്ത് ബബിത പറയാണ്, ഒരു വിഷമമുള്ള കാര്യമുണ്ട് അലീന ചേച്ചി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നത്, എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അതേ അമ്മ വീട് വിട്ടു പോയെന്ന് പറയാണ്. അപ്പോഴത്തെ രോഹിത്ത് ചോദിക്കുകയാണ്, അമ്മ വീട് വിട്ടു പോയോ, എങ്ങോട്ട്? അതൊന്നും അറിയത്തില്ല, ഇപ്പം ബാഗൊക്കെ എടുത്ത് ഒരു ടാക്സി വിളിച്ച് അമ്മ അങ്ങ് പോയി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അമ്മ നിന്നില്ല, അമ്മയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. അമ്മ എന്താ പോവാൻ കാരണം എന്ന് രോഹിത്ത് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് പഴയ ആവശ്യം തന്നെ, അലീന ചേച്ചി ഇവിടുന്ന് പോകണം, അത് തന്നെയാണ് അമ്മയുടെ ആവശ്യം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എങ്ങോട്ടാണ് പോയെന്ന് അറിയാവോ എന്ന് രോഹിത്ത് ചോദിക്കുകയാണ്. അതൊന്നും അറിഞ്ഞൂടാ, അമ്മ എന്തായാലും കാറ് വിളിച്ച് അമ്മയുടെ പെട്ടിയും ബാഗും ഒക്കെ എടുത്താൽ പോയേക്കുന്നതെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ അലീന ഇങ്ങനെ നിൽക്കുകയാണ്.